വെൽക്കം സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ATPയുടെ മൊഡ്യൂൾ 1-ലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ്. ഡിസ്ക്രൈബ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ ഇൽ ഡിഫൈൻഡ് പ്രോബ്ലം, വെൽ ഡിഫൈൻഡ് പ്രോബ്ലംസും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസും കൂടെ എഴുതാൻ ശ്രദ്ധിക്കുക. പിന്നെ വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് മൾട്ടിപ്പിൾ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ട്രയൽ ആൻഡ് എറർ, ഹ്യൂറിസ്റ്റിക്, മീൻസ് ആൻഡ് അനാലിസിസ്, ബാക്ക് ട്രാക്കിംഗ് ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. പിന്നെ ഇത് ഒക്കെ ഒരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി അറിഞ്ഞിരിക്കുക. എക്സ്പ്ലെയിൻ ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് ഇൻ പ്രോബ്ലം സോൾവിങ് വിത്ത് എൻ എക്സാമ്പിൾ. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ബാക്ക് ട്രാക്കിംഗ് ഓർ വർക്കിംഗ് ബാക്ക്വേർഡ് സ്ട്രാറ്റജി. പിന്നെ അതുപോലെ മീൻസ് ആൻഡ് അനാലിസിസ് വിത്ത് എൻ എക്സാമ്പിൾ പ്രോബ്ലം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ എല്ലാത്തിൻ്റെ എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഓർത്തിരിക്കുക. യൂസ് കേസസിന് ചോദിച്ചാലും എക്സാമ്പിൾസ് തന്നെയാണ് കൊടുക്കേണ്ടത്. പിന്നെ പ്രോബ്ലം സോൾവിങ് പ്രോസസ്സ് എന്താണെന്ന് ചോദിക്കാം. അതുപോലെ കമ്പ്യൂട്ടർ ആസ് എ മോഡൽ ഓഫ് കമ്പ്യൂട്ടേഷൻ. ആ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് കമ്പ്യൂട്ടേഷൻ ചോദിക്കാം. പിന്നെ ഫോർമുലേറ്റിംഗ് എ മോഡൽ, ഡെവലപ്പിംഗ് എൻ അൽഗോരിതം, റൈറ്റിംഗ് ദ പ്രോഗ്രാം, ടെസ്റ്റിംഗ് ദ പ്രോഗ്രാം, ഇവാലുവേറ്റിംഗ് ദ സൊല്യൂഷൻ. ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് മനസ്സിലാക്കി വെക്കുക. പിന്നെ ടവർ ഓഫ് ഹാനോയുടെ പ്രോബ്ലം ചോദിക്കാം. അപ്പോൾ അത് നിങ്ങൾ എക്സാമ്പിൾ വെച്ച് അല്ല ഡയഗ്രാം വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക. പിന്നെ പൈത്തൻ്റെ വേരിയബിൾസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, എന്താണ് വേരിയബിൾസ്, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ ന്യൂമറിക് ആൻഡ് സ്ട്രിംഗ് ഡേറ്റ ടൈപ്സ് ഇൻ പൈത്തൺ ഡേറ്റ ടൈപ്സ് എന്തൊക്കെയാണെന്നൊക്കെ ജസ്റ്റ് നോക്കി വെക്കുക. പിന്നെ ഓപ്പറേറ്റേഴ്സും അവർ പ്രസിഡൻസും ആ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് നോക്കിക്കൊള്ളുക. താങ്ക് യു.